ഹായ് എവരി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. UGC നെറ്റ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് ബി സ്റ്റാർട്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആ ഏരിയയുമായി കണക്ട് ചെയ്തിരിക്കുന്ന തിയറിറ്റിക്കൽ നോളജ് നമ്മൾ ഗെയിൻ ചെയ്യുന്നു. അതാണ് നമ്മുടെ പർപ്പസ്. സോ ലെറ്റ് ബി സ്റ്റാർട്ട്. വിൽ സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ടീച്ചിങ് മെത്തേഡ് focus on individualized instruction and student-centered learning. So, individualized learning concept ഏത് മെത്തേഡിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അതായത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയാവുന്നത് താഴെ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ലെക്ചർ മെത്തേഡ് ഈസ് ദെയർ, എക്സ്പോസിറ്ററി മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. ഇവയിൽ ഏതാണ് ഇൻഡിവിജ്വലൈസ്ഡ് ഓർ സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡായിട്ട് നമുക്ക് പറയാവുന്നത്? ഇതാണ് ചോദിക്കുന്നത്. സോ ഈ ഒരു ഏരിയ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ടീച്ചിങ് മെത്തേഡ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് ഏരിയ. ആ ഏരിയയിൽ നിന്നും ഏരിയ പ്രകാരം ടീച്ചിങ് മെത്തേഡ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് ടീച്ചർ സെൻറ്റേർഡ് സ്ട്രാറ്റജീസ്, രണ്ടാമതായിട്ട് മിക്സ്ഡ് സ്ട്രാറ്റജി, ആൻഡ് മൂന്നാമതായിട്ട് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ലേണിംഗ് സ്ട്രാറ്റജീസ്. സോ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും റൈറ്റ് ആൻസർ നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഓരോ കൺസെപ്റ്റുകളും എന്താണെന്നുള്ളത് നോക്കാം. സോ ലെറ്റ് മി സ്റ്റാർട്ട്. റൈറ്റ് ആൻസർ, ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡാണ്. ബിക്കോസ് ലെക്ചർ മെത്തേഡ്, എക്സ്പോസിറ്ററി മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ് ഇവയൊന്നും സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഡിസ്കഷൻ ഒരു പരിധിവരെ മിക്സ്ഡ് സ്ട്രാറ്റജിയാണ്. ഈവൻ ദോ സ്റ്റുഡൻറ്റ് സെൻട്രിക് എന്ന് പറയാവുന്നത് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡാണ്. ഓക്കെ, സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് UGC നെറ്റ് എക്സാമിനേഷൻ്റെ സ്കോപ്പിൽ നോർമലി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും സോൾവ് ചെയ്യണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ സോൾവ് ചെയ്യുമ്പോഴും ഓർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസാണ്, നിങ്ങൾ ഒരു കാരണവശാലും റൈറ്റ് ആൻസർ കണ്ടുപിടിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. അതിലുപരിയായിട്ട് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് ആ കൺസെപ്ച്വൽ ഏരിയ പൂർണ്ണമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ളൊരു ഈസി മെത്തേഡാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. MCQസിൽ യു ഹാവ് 4 ഓപ്ഷൻസ്. ഈ 4 ഓപ്ഷനും കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ കൂടുതൽ MCQs നിങ്ങൾ നോക്കുമ്പോൾ ആ സിലബസിൻ്റെ ബ്രോഡ് ഏരിയ പൂർണ്ണമായിട്ടും തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. അതും ഒരു ഈസി വേയിൽ തന്നെ കവർ ചെയ്യാൻ സാധിക്കും. സോ ലെറ്റ്സ് ഡിസ്കസ്. ആ ഒരു മെത്തേഡ് തന്നെയാണ്. അതായത് നമുക്ക് നോർമലി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറില്ല. ഈവൻ ദോ കൺസെപ്ച്വൽ ഏരിയാസ് അതേ ഏരിയയിൽ നിന്ന് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ആസ്പെക്റ്റിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് മീ ഷോ യു. വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദി ഫസ്റ്റ് ഓപ്ഷൻ. വാട്ട് ഈസ് ലെക്ചർ മെത്തേഡ്? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ലെക്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതൊരു ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ചാണ്. ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് അപ്രോച്ചായിട്ട് നമുക്ക് ലെക്ചർ മെത്തേഡിനെ പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദി ഇൻസ്ട്രക്ടർ ഡെലിവേഴ്സ് ഇൻഫർമേഷൻ ത്രൂ സ്പോക്കൺ പ്രസൻറ്റേഷൻ. സോ ബേസിക്കലി ഇവിടെ ടീച്ചർക്കാണ് കൂടുതൽ റോൾ പ്ലേ ചെയ്യാനുള്ളത്. ടീച്ചർ സെൻറ്ററിൽ നിൽക്കുന്നു, ഒരു ക്ലാസ് റൂമിനെ ഫേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രീ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്ന രീതിയാണ് ലെക്ചർ മെത്തേഡിൽ വരുന്നത്. ഇവിടെ സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറവായിരിക്കും. ബിക്കോസ് ടീച്ചർ സ്റ്റുഡൻസിൻ്റെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നോക്കാതെയാണ് യഥാർത്ഥത്തിൽ ഈ ലെക്ചർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് ഈച്ച് സ്റ്റുഡൻറ്റ് ഈസ് ഡിഫറെൻറ്റ്. എല്ലാവരും ഒരേപോലെയല്ല അല്ലേ? അവരുടേതായ ലേണിംഗ് എബിലിറ്റീസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സം മേ ബി വിഷ്വൽ ലേണേഴ്സ്, സം മേ ബി ഓഡിറ്ററി ലേണേഴ്സ്, അങ്ങനെ പല കാറ്റഗറിയിൽ വരുന്ന ഇൻഡിവിജ്വൽസ് ആണ് ഒരു ഗ്രൂപ്പിനകത്ത് ഉണ്ടാവുക. അങ്ങനെ എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ലെക്ചർ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഈസ് സംവാട്ട് ഡിഫിക്കൽട്ട്. അവിടെയാണ് ലെക്ചർ മെത്തേഡ് ഫെയിൽ ആകുന്നത്. സോ ലെക്ചർ മെത്തേഡ് സ്യൂട്ടബിൾ ആവുന്ന സിറ്റുവേഷൻസ് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് സ്യൂട്ടബിൾ ഫോർ കവറിങ് എ ലാർജ് ഏരിയാസ് ഓഫ് കണ്ടന്റ്. ഒരു വലിയ ടോപ്പിക് ഒരു ഹാഫ് ആൻ അവർ കൊണ്ടോ അല്ലെങ്കിൽ 1 അവർ കൊണ്ടോ നമുക്ക് തീർക്കാൻ സാധിക്കും. അതേപോലെ ആൻഡ് ഇൻട്രൊഡക്ടറി ടോപ്പിക്സ് ഇൻ സ്ട്രക്ചേർഡ് സെഷൻസ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോഴൊക്കെ ജനറലി കൊടുക്കാവുന്ന ഏരിയാസ് ആണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ലെക്ചർ മെത്തേഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് മെത്തേഡ്, ലെക്ചർ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പോസിറ്ററി മെത്തേഡാണ്. എക്സ്പോസിറ്ററി മെത്തേഡ് എന്ന് പറയുമ്പോൾ ടീച്ചർ എക്സ്പ്ലെയിൻസ് ദി സബ്ജക്ട് മാറ്റർ ഇൻ എ സ്ട്രെച്ചേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് മാനർ. ഇവിടെ വരുമ്പോൾ ടീച്ചർ ആ ഒരു സബ്ജക്ട് മാറ്റർ ഒരു സ്ട്രെച്ചേർഡ് വേയിൽ അവതരിപ്പിക്കുന്നു. അതിനുശേഷം യൂസ്ഡ് ഫോർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ഓഫ് ദി സബ്ജക്ട്സ് ലൈക്ക് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഏരിയാസിലോ സയൻസ് ഏരിയാസിലോ ഒക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീക്വൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയൊക്കെയാണ് ഇത്തരം മെത്തേഡ്, എക്സ്പോസിറ്ററി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എഗെയിൻ ദിസ് ഇസ് എ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ അവിടെ ആ സ്റ്റേജസ് ഒക്കെ കൃത്യമായിട്ട് കൺവേ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ മെത്തേഡിൻ്റെ ഉദ്ദേശം. സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെയാണ്. ഇറ്റ്സ് ലൈക്ക് ലെക്ചർ. സോ സീക്വൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മൂന്നാമത്തെ മെത്തേഡ് ഡിസ്കഷൻ മെത്തേഡാണ്.
ഇൻ്ററാക്റ്റീവ് ലേണിംഗ് വിത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഫെസിലിറ്റേറ്റഡ് ബൈ ടീച്ചർ. സോ ബേസിക്കലി ഇതൊരു മിക്സ്ഡ് ഗ്രൂപ്പ് സ്ട്രാറ്റജി എന്ന് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർക്ക് അവിടെ ഒരു പ്രൊമിനൻറ്റ് റോൾ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റുഡൻസിനും റോളുണ്ട്. ഒരു ഡിസ്കഷൻ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവിടെ ഒരു സബ്ജക്റ്റ് അവതരിപ്പിച്ചിട്ട് ആ സബ്ജക്റ്റിനെ പറ്റി എല്ലാ സ്റ്റുഡൻസിനോടും അവരുടെ ഒപ്പീനിയൻസും അവരുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ പറയുന്നു. അതുവഴി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ ഫോസ്റ്റേഴ്സ് ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കൂടുതലായിട്ട് ചിന്തിക്കാനും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പരിഹരിക്കണം എന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാനുമൊക്കെ ഈ പറയുന്ന മെത്തേഡ് സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് മറ്റ് ഒപ്പമുള്ള സ്റ്റുഡൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനും അതിൽ നിന്നും പുതിയ ഐഡിയ ജനറേറ്റ് ചെയ്യാനും ഒക്കെ ഈ പറയുന്ന ഡിസ്കഷൻ മെത്തേഡ് വിൽ ബി ഹെൽപ്ഫുൾ. Okay, then our right answer is problem solving method. It focuses on solving real world problems to develop critical thinking insights. So ഇവിടെ വരുമ്പോൾ സംഭവിക്കുന്നത് സ്റ്റുഡൻസിന് ആ ഒരു പ്രധാന പ്രശ്നം അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നു, അതിനുശേഷം ടീച്ചർ മാറി നിൽക്കുന്നു. ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ഒരു ഗൈഡിൻ്റെ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. അതായത് സ്റ്റുഡൻറ്റ് വിൽ ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ദെംസെൽഫ്. അവരായിട്ട് തന്നെ അതിനൊരു പ്രശ്നം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തുകയും വേണം. സോ teacher acts as a facilitator and they guide students throughout the process. ഇതൊരു ഫെസിലിറ്റേറ്റർ, ഒരു ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു പേഴ്സൺ, ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും ടീച്ചർ ആക്ട് ചെയ്യുന്നത്. സെൽഫ് ലേണിംഗ്, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തേഡ് സ്ട്രാറ്റജി എന്ന് നമുക്ക് ഈ പ്രോബ്ലം സോൾവിങ് മെത്തേഡിനെ പറയാം. സോ 4 കൺസെപ്റ്റുകൾ, ടീച്ചിങ് മെത്തേഡ്സുമായി ബന്ധപ്പെട്ട 4 കൺസെപ്റ്റുകൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കി. ഓക്കെ, സോ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യു ജി സി നെറ്റ് ജനറൽ പേപ്പറിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഏരിയയും നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ലോങ് ഡ്യൂറേഷൻ കോഴ്സസും അതേപോലെ തന്നെ ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സസും അവൈലബിൾ ആണ്. ദെൻ സ്പെഷ്യാലിറ്റീസ് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വിൽ ബി ദെയർ. അതുകൊണ്ടൊരു ഡിസ്കഷൻ ഫോറവും അതുവഴി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നുണ്ട്. ദെൻ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് വിൽ ബി ദെയർ. PDF നോട്ട്സ് അവൈലബിൾ ആണ്. വീക്ക്ലി എക്സാംസ്, റെഗുലറായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് വഴി മാത്രമേ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുകയും മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതിന് വേണ്ടിയുള്ള വീക്ക്ലി എക്സാംസ് വിൽ ബി ദെയർ. ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ, ദെൻ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്. നമ്മൾ ഈ ക്ലാസ് റൂംസിൻ്റെ എല്ലാ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ കാണാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത്തരത്തിൽ എല്ലാ രീതിയിലും ബെനിഫിഷ്യൽ ആവുന്ന ഒരു പ്രിപ്പറേഷന് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ജനറൽ പേപ്പർ കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. നെക്സ്റ്റ് question. The term pedagogy refers to. So what is pedagogy? Pedagogy എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. ദി സയൻസ് ഓഫ് ടീച്ചിങ്, ദി ആർട്ട് ഓഫ് ടീച്ചിങ്, ദി സ്റ്റഡി ഓഫ് എഡ്യൂക്കേഷൻ പോളിസീസ്, ദി അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ലേണിംഗ്. നോർമലി നമ്മൾ പെഡഗോജി എന്ന് പറയുമ്പോൾ ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ടീച്ചിങ് എന്നൊക്കെ പറയാറുണ്ട്. ഈവൻ ദോ ഈ ഒരു കൺസെപ്റ്റ് ഇതൊരു സയൻസ് ആയിട്ടാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. അതുകൊണ്ട് ദി റൈറ്റ് ആൻസർ ഈസ് ദി സയൻസ് ഓഫ് ടീച്ചിങ്. ബേസിക്കലി ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ടീച്ചിങ്. അങ്ങനെയാണെങ്കിൽ പെഡഗോജിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് ടീച്ചിങ് മോഡലുകളെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് പെഡഗോജി. പെഡഗോജി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി മെത്തേഡ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ടീച്ചിങ് ചിൽഡ്രൻ ആൻഡ് യങ് ലേണേഴ്സ്. ബേസിക്കലി ഈ ഒരു ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് സ്കൂൾ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ ടീച്ച് ചെയ്യിപ്പിക്കുക, അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പെഡഗോജിക്കൽ സ്റ്റൈൽ. So it is a teacher-centered approach where teacher assumes the directive role and is responsible for planning and delivering of instructional content. ഇവിടെ വരുമ്പോൾ ടീച്ചർക്കാണ് പ്രോമിനൻറ്റ് റോൾ. ടീച്ചർ പൂർണ്ണമായിട്ടുള്ള റോൾ ഏറ്റെടുക്കുകയും ഇൻസ്ട്രക്ഷണൽ കണ്ടൻറ്റ് പൂർണ്ണമായിട്ടും പ്രിപ്പയർ ചെയ്യുകയും എന്താണ് പഠിപ്പിക്കേണ്ടത് പൂർണ്ണമായിട്ട് ഡിസൈഡ് ചെയ്യുന്ന ടീച്ചറാണ്. അതിനുശേഷം അതൊരു സ്ട്രെച്ചേർഡ് വേയിൽ ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുന്നു, ഡെലിവർ ചെയ്യുന്നു. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ പെഡഗോജിക്കൽ സ്റ്റൈൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. എന്നാൽ പെഡഗോജി കൂടാതെ there are 2 other methods too. We'll be discussing about that too. Pedagogical method include lectures, structured lessons and teacher led activities. So basically 3 നമുക്ക് പറയുകയാണെങ്കിൽ lectures will be there. അതിനുശേഷം സ്ട്രെച്ചേർഡ് ആയിട്ടുള്ള ലെസൺസ് ഉണ്ടാകും. ഓരോ ലെവലും എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. ദാറ്റ് വിൽ ബി ഡൺ ബൈ ദി ടീച്ചർ ദെംസെൽഫ്. ദെൻ ടീച്ചർ ലെഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുമായിരിക്കും ഈ ഒരു സ്റ്റൈലിൽ ഫോളോ ചെയ്യുന്നത്. The focus is on imparting knowledge, developing fundamental skills and guiding students learning process. So സ്റ്റുഡൻസിനെ അവരിലേക്ക് നോളജ് എത്തിപ്പിക്കുക, അവരുടെ ബേസിക് ലെവലിലുള്ള സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, അവരുടെ ലേണിംഗ് എൻഷുർ ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണ് പെഡഗോജിക്കൽ ലെവലിൽ എയിം ചെയ്യുന്നത്. ദെൻ ആസ് ഐ സെഡ്
Pedagogy കൂടാതെ there are two other methods too. Then next is Andragogy. Andragogy is an approach to teach adult ലേണേഴ്സിനെ ടീച്ച് ചെയ്യിപ്പിക്കാനുള്ള ഒരു മെത്തേഡായിട്ട് നമുക്ക് ആന്ത്രഗോജിയെ പറയാം. സോ ഇറ്റ് റെക്കഗ്നൈസസ് ദാറ്റ് അഡൾട്ട്സ് ഹാവ് ഡിഫറെൻറ്റ് ലേണിംഗ് നീഡ്സ് ആൻഡ് പ്രിഫറൻസസ് കമ്പയർഡ് ടു ചിൽഡ്രൻ ലേണിങ്ങും അഡൾട്ട് ലേണിങ്ങും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ബിക്കോസ് ചിൽഡ്രന് ബേസിക് ഐഡിയാസ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ഫണ്ടമെൻ്റൽ നോളജ് ഗെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പെഡഗോജി ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അഡൾട്ട് ലേണിങ്ങിൻ്റെ പർപ്പസ് തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സോ ആന്ത്രഗോജിക്കൽ മെത്തേഡ്സ് involve more learner autonomy, active participation and relevance to adult learners experience. So basically ഇവിടെ adult ആണ്. In that sense itself നമ്മൾ മനസ്സിലാക്കേണ്ടത് അഡൾട്ടിന് കൂടുതൽ ഓട്ടോണമി കൊടുക്കണം. അവരുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പഠിക്കുന്ന രീതികൾക്കും കൂടുതൽ അവരുടേതായ ഒരു അവകാശം, ഫ്രീ സ്പേസ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. അത്തരം ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് യഥാർത്ഥത്തിൽ ആന്ത്രഗോജിയിൽ ഹാപ്പൻ ചെയ്യുന്നത്. സോ ദേ വിൽ ബി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ആൻഡ് അഡൾട്ട് അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസും ഈ ഒരു ലേണിങ്ങിന് കൂടുതൽ പ്രൊമിനൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ആന്ത്രഗോജി. ആന്ത്രഗോജി കഴിഞ്ഞാൽ തേർഡ് ലെവലിൽ കുറച്ചുകൂടി ഹയർ ഓർഡർ ലേണിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹ്യൂട്ടഗോജി. ഹ്യൂട്ടഗോജി എന്ന് പറഞ്ഞാൽ ഈസ് എ ലേണർ സെൻറ്റേർഡ് അപ്രോച്ച് ദാറ്റ് എംഫസൈസസ് സെൽഫ് ഡിറ്റർമിൻഡ് ലേണിംഗ്. സോ സെൽഫ് ഡിറ്റർമിൻഡ് ലേണിംഗ്, നമ്മൾ നമ്മളുടെ ലേണിംഗ് സ്വയമായിട്ട് തീരുമാനിക്കുന്നു, നമ്മളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു ലേണിംഗ്, അതാണ് ഹ്യൂട്ടഗോജിയിൽ വരുന്നത്. So the Hutagogy learners take full control of their learning journey and decides what and how they want to learn. So basically ഇവിടെ വരുമ്പോൾ ലേണർ പൂർണ്ണമായിട്ടും അവരുടെ വേയിലാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. അവർ തീരുമാനിക്കും എന്ത് എപ്പോൾ പഠിക്കണം. സോ ഈ ഒരു ഫ്രീഡം ഒരു പരിധി വരെ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ആന്ത്രഗോജി ലെവലിലും ഉണ്ട്. പക്ഷേ അവിടെ ഇൻസ്ട്രക്ടർക്ക് കൂടുതൽ റോളുണ്ട്, ടീച്ചർക്ക് കുറച്ചുകൂടി പ്രോമിനൻ്റ് ആയിട്ടുള്ള റോള് ആന്ത്രഗോജിയിലുണ്ട്. പക്ഷേ ഹ്യൂട്ടഗോജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൽഫ് സെൻറ്റേർഡ് ലേണിംഗ് ആണ്. സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യുന്നു, ഐ വിൽ ബി ലേണിംഗ് ദിസ് തിങ് ടുഡേ ആൻഡ് ഐ വിൽ ബി ലേണിംഗ് ദാറ്റ്. അങ്ങനെ ഒരു അപ്രോച്ചാണ് യഥാർത്ഥത്തിൽ ഹ്യൂട്ടഗോജിയിൽ വരുന്നത്. സെൽഫ് ലേണിംഗ് ആണ്. അൺലൈക്ക് പെഡഗോജി ആൻഡ് ആന്ത്രഗോജി വിച്ച് റിലേ ഓൺ പ്രീ ഡിഫൈൻഡ് കരിക്കുലം ആൻഡ് ടീച്ചിങ് മെത്തേഡ്സ്, ഹ്യൂട്ടഗോജി എൻകറേജസ് ലേണേഴ്സ് ടു സെറ്റ് ദെയർ ഓൺ ലേണിംഗ് ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ്. സോ മുമ്പ് നമ്മൾ പറഞ്ഞ രണ്ട് സ്ട്രാറ്റജിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, രണ്ട് മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെയെല്ലാം പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു കരിക്കുലവും ടീച്ചിങ് മെത്തേഡുമാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ബിക്കോസ് ടീച്ചർക്ക് ഒരു പ്രോമിനൻറ്റ് റോൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വെദർ ഇറ്റ് ഈസ് ഇൻ പെഡഗോജി ഓർ ആന്ത്രഗോജി, ടീച്ചർക്ക് അവിടെ ഒരു റോൾ ഉണ്ട്. ബിക്കോസ് ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് കരിക്കുലം സെറ്ററും കരിക്കുലം ഡെലിവറും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഹ്യൂട്ടഗോജിയിലേക്ക് വന്നാൽ ഇറ്റ് എൻകറേജ് ലേണേഴ്സ് ടു സെറ്റ് ദെയർ ലേണിംഗ് ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ്. സോ ഇവിടെ സെൽഫ് സെൻറ്റേർഡ് ആണ്. ലേണർ വിൽ സെറ്റ് ദെയർ ഓൺ ലേണിംഗ് ഗോൾസ്. എങ്ങനെയാണ്, എന്താണ് പഠിക്കേണ്ടത് തുടങ്ങിയ പൂർണ്ണമായ ഡിസിഷൻസ് കൊടുക്കുന്നത് ലേണർ തന്നെയായിരിക്കും. സോ ഇറ്റ് ഫോസ്റ്റർ ലൈഫ് ലോങ് ലേണിംഗ്, അഡാപ്റ്റബിലിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, എംപവറിംഗ് ലേണർ ടു ബിക്കം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് ലേണേഴ്സ്. സോ ബേസിക്കലി ഇവിടെ ഒരു ടീച്ചറുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ട് വേണ്ടി വരില്ല. അവിടെ ഒരു ഗൈഡിൻ്റെയോ ഒരു ഫെസിലിറ്റേറ്ററുടെയോ സപ്പോർട്ട് മാത്രം മതിയാകും. ഇൻ ദാറ്റ് സെൻസ് സെൽഫ് ലേണിംഗ് എന്നുള്ള ആ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യുന്ന ഏരിയ, സ്വയം പഠിക്കുന്ന ഒരു രീതിയാണ് കൂടുതലായിട്ടും ഹ്യൂട്ടഗോജിക്കൽ ലെവലിൽ കാണാൻ സാധിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് 3 ലെവൽസ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. പെഡഗോജി, ആന്ത്രഗോജി ആൻഡ് ഹ്യൂട്ടഗോജി. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. മറ്റൊരു ക്വസ്റ്റ്യൻ, ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ടീച്ചിങ് വാട്ട് ഡസ് സ്കാഫോൾഡിംഗ് റെഫേഴ്സ് ടു? വാട്ട് ഈസ് സ്കാഫോൾഡിംഗ്? സോ ഓപ്ഷൻസ് ആർ ഗിവൺ. സെറ്റിംഗ് ഹൈ എക്സ്പെക്റ്റേഷൻസ് ഫോർ സ്റ്റുഡൻസ്. സെക്കൻഡ്, providing temporary support to students to help them learn independently, then conducting group discussion and using multimedia tools in the classroom. So scaffolding, ഈ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒരു ടീച്ചിങ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഈ ഒരു ടേം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ വാട്ട് ഈസ് ഇറ്റ്? സോ ദി റൈറ്റ് ആൻസർ ഈസ്, യു ക്യാൻ സീ, providing temporary support to students to help them learn independently. ടെമ്പററി സപ്പോർട്ട്സ് കൊടുക്കുക, സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒരു സപ്പോർട്ട് ഇനീഷ്യലി അവർക്ക് പ്രൊവൈഡ് ചെയ്യിപ്പിക്കുക. ഇതിനെയാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. ആദ്യം വേണ്ട സപ്പോർട്ടുകളൊക്കെ കൊടുത്തുകൊണ്ട് അവർ പതുക്കെ ഇൻഡിപെൻഡൻറ്റ് ലേണറാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് സ്കാഫോൾഡിംഗ് എന്ന് പറയാം. സോ കൺസെപ്റ്റിനെ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി, സ്കാഫോൾഡിംഗ് ഈസ് ആൻ ഇൻസ്ട്രക്ഷണൽ അപ്രോച്ച് ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് ടു ലേണേഴ്സ് ആസ് ദേ എൻകറേജ് ഇൻ ലേണിംഗ് ടാസ്ക് ഓർ ആക്ടിവിറ്റി. സോ ബേസിക്കലി യു ക്യാൻ സേ ഇതൊരു ഇൻസ്ട്രക്ഷണൽ അപ്രോച്ചാണ്, ലൈക്ക് എനി അതർ ഇൻസ്ട്രക്ഷണൽ അപ്രോച്ച്. ഇവിടെയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ബേസിക് ലെവൽ സപ്പോർട്ട് കൊടുക്കുന്നു ലേണേഴ്സിന്. എന്തിനു വേണ്ടിയാണ്? അവരുടെ ലേണിംഗ് ടാസ്കും അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ ഫ്രെയിം ചെയ്യുന്നതിനും അതേപോലെ ലേണിംഗ് കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ബേസിക് ലെവലിലുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതി. അതായത് ദി കൺസെപ്റ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി വെയർ ടെമ്പററി സ്ട്രെച്ചേഴ്സ് ആർ യൂസ്ഡ് ടു സപ്പോർട്ട് വർക്കേഴ്സ് ആസ് ദേ ബിൽഡ് എ സ്ട്രെച്ചർ. സോ സ്കാഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ സപ്പോർട്ട് മുളവടി കൊണ്ടൊക്കെ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ബിക്കോസ് ആ തൽക്കാലത്തേക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുവാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ ഈ മുളവടിയൊക്കെ എടുത്ത് മാറ്റും. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ലേണർക്ക് ഇനീഷ്യൽ ലെവലിൽ ആ ലേണിംഗ് ഫ്രെയിം വർക്കിലേക്ക് എത്താനുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. വൺസ് ദേ റീച്ച് ദെയർ, ആ സപ്പോർട്ട് പതുക്കെ ഗ്രാജുവലി അവിടെ നിന്ന് വിഡ്രോ ചെയ്യുന്നു. ഇതാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്ന ഈ ടെക്നിക്ക്, ഈ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so in education, scaffolding serves a similar purpose by assisting the learner in acquiring new skills, knowledge and understanding. So basically അതേ ഒരു പർപ്പസ് തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ലെവലിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുക, അവർക്കൊരു നോളജ് അല്ലെങ്കിൽ അവർക്ക് ആ ബേസിക് സ്കിൽസ് ഇംപൈഡ് ചെയ്തിട്ട് ആ സ്കില്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ അവർക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ളൊരു കഴിവ് അവർക്ക് ജനറേറ്റ് ചെയ്യിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് സ്കാഫോൾഡിംഗ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ദെൻ ദി മെയിൻ ഐഡിയ ബിഹൈൻഡ് സ്കാഫോൾഡിംഗ് ഈസ് ടു ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് ലേണേഴ്സ് ഓൾറെഡി നോ ആൻഡ് വാട്ട് ദേ നീഡ് ടു ലേൺ. സോ ബേസിക്കലി എല്ലായ്പ്പോഴും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇസ് എ ട്രബിൾ, റൈറ്റ്? അങ്ങനെ ഒരു ട്രബിൾ വരുന്ന ഏരിയയിൽ സ്റ്റുഡൻസിന് നിലവിലുള്ള അറിവും അതേസമയം അവർക്ക് എവിടെയാണോ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ടാർഗറ്റും ലക്ഷ്യവും അതേപോലെ അവരുടെ നിലവിലുള്ള കറണ്ട് പൊസിഷനെയും തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുന്ന ആ ഒരു ലെവലിനെയാണ് നമ്മൾ സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. സോ ദി ബേസിക് എയിം ഈസ് ദാറ്റ് ഇപ്പോൾ അവരേത് നിലയിൽ നിൽക്കുന്നു അതിൽ നിന്നും അവരാഗ്രഹിക്കുന്ന ആ ലെവലിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഏത് രീതിയിൽ ഇനീഷ്യൽ ലെവൽ ഫ്രെയിം ചെയ്ത് കൊടുക്കണം, ആ ഇനീഷ്യൽ ലെവലിലുള്ള ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ ആ ഇനീഷ്യൽ ലെവൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എസ്പെഷ്യലി ഇഫക്റ്റീവ് വെൻ ലേണേഴ്സ് ആർ ഫേസ്ഡ് വിത്ത് ടാസ്ക് ഓർ കൺസെപ്റ്റ്സ് ദാറ്റ് ആർ ഇനീഷ്യലി ബിയോണ്ട് ദെയർ കറന്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓർ എബിലിറ്റി. സോ ബേസിക്കലി ഈ ഒരു പ്രശ്നം വരുന്നത് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ബ്രിഡ്ജ് ലെവൽ കോഴ്സസ് എന്നൊക്കെ പറയില്ലേ, അതെന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? ഈ സ്കാഫോൾഡിങ്ങിന് വേണ്ടിയാണ്. അതായത് അവരുടെ നിലവിലുള്ള എബിലിറ്റിയും അതേസമയം അവർ അക്യൂർ ചെയ്യാൻ പോകുന്ന അവരുടെ ഫ്യൂച്ചർ എബിലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ദർ മേ ബി ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ ഒരു മിസ്മാച്ച് വരാം. അവർക്ക് നിലവിൽ ആ ഒരു ഏരിയയിലേക്ക് അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് എത്തിപ്പെടാൻ സാധിക്കാതെ പോവുകയാണെങ്കിൽ അവരെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ആ പ്രോസസ്സിനെയാണ്, ആ ഒരു ബേസിക് ലെവൽ ലേണിങ്ങിനെയാണ് നമ്മൾ സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്കാഫോൾഡിംഗ് കൺസെപ്റ്റാണ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ ടീച്ചർ യൂസസ് മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻസ്, വീഡിയോസ് ആൻഡ് ഇൻറ്ററാക്റ്റീവ് ആക്ടിവിറ്റീസ് ടു എൻഹാൻസ് സ്റ്റുഡൻസ് ലേണിംഗ്. ദിസ് അപ്രോച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. നോക്കുക, ഇങ്ങനെയുള്ള ഇൻറ്ററാക്റ്റീവ് ആക്ടിവിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റുഡൻറ്റ് ലേണിംഗ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു അപ്രോച്ച് ഏത് മെത്തേഡിന് എക്സാമ്പിളാണ്? അതായത് ഇറ്റ് മേ ബി എന്താണ് ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത്? എക്സ്പെരിമെൻ്റൽ ലേണിംഗ്, ബിഹേവിയറിസം, കൺസ്ട്രക്റ്റിവിസം, ദെൻ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ഏത് കൺസെപ്റ്റ് ആണെന്ന് ആദ്യം മനസ്സിലാക്കാം. സോ ദി റൈറ്റ് ആൻസർ ഈസ് കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം ഈസ് ആൻ അപ്രോച്ച്, ഒരു ടീച്ചിങ് ഫിലോസഫി ആയിട്ടും പറയാം. അതായത് നിലവിലുള്ള ലേണർ എന്ന് പറയുന്ന ഓരോ ടൈമിലും പുതിയ പുതിയ നോളജ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മോഡലായിട്ട് നമുക്കിതിനെ പറയാം. സോ ഐ ലെറ്റ്സ് എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ്സ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് വൺ ഈസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ്. ഓക്കെ, അതായത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ദാറ്റ് ലേണർ അക്വയർ നോളജ് ആൻഡ് സ്കിൽസ് ബൈ എൻഗേജിങ് ഇൻ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ദോസ് എക്സ്പീരിയൻസസ്. ബേസിക്കലി ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്തു പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. അവിടെ ലേണർ കൂടുതലായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നു, എങ്ങനെയാണ് ആ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതനുസരിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗിൽ വരുന്നത്. സോ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് വിൽ ബി ദെയർ. ലേണേഴ്സ് ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ, experiments and problem solving tasks which deepens their understanding and helps them to apply knowledge effectively. So basically ഈ ഒരു മെത്തേഡിലേക്ക് വരുമ്പോൾ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ഇതൊരു പ്രോബ്ലം സോൾവിങ് മെത്തേഡായിട്ട് ഉപയോഗിക്കാം.
അവരുടെ റിയൽ ലൈഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അത് അവരെ സഹായിക്കും. അതേപോലെ ഇവിടെ പഠിക്കുന്ന ഈ റിയൽ എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ലൈഫിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ദെൻ അടുത്ത മെത്തേഡ് ബിഹേവിയറിസം. ബിഹേവിയറിസം ഇസ് എ ഫിലോസഫി, ടീച്ചിങ് ഫിലോസഫി എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ബിഹേവിയറിസം കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. നിലവിലുള്ള ബിഹേവിയറിൽ നിന്നും ലേണിങ്ങിന് ശേഷമുള്ള അവരുടെ ബിഹേവിയർ എന്താണോ ആ ഒരു ചേഞ്ച് നമുക്ക് എവിഡൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ് ബിഹേവിയറിസം കൺസെപ്റ്റ് പറയുന്നത്. എനിവേ, ബിഹേവിയറിസം ഇസ് ഓൾ അബൌട്ട് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് അസോസിയേഷൻ. സോ ബിഹേവിയറിസം ഇസ് എ തിയറി ദാറ്റ് ഫോക്കസ് ഓൺ ആൻ observable behavior and how they are influenced by external stimuli and reinforcements. അതായത് നമ്മളിപ്പോൾ എക്സ്റ്റേണൽ സ്റ്റിമുലി ആയിട്ട് കൊടുക്കുന്നത് ടീച്ചിങ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മോഡൽ ഓഫ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ആ ഒരു സ്റ്റിമുലി ഉപയോഗിച്ചുകൊണ്ട് എന്ത് മാറ്റമാണ് കറണ്ട് ബിഹേവിയറിൽ വന്നിരിക്കുന്നത്. സോ ആ സ്റ്റിമുലി റെസ്പോൺസ് അസോസിയേഷനെ പറ്റിയാണ് ബിഹേവിയറിസം പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ ആ ഇൻഡിവിജ്വലിലേക്ക് ലേണിംഗ് കൊടുക്കുമ്പോൾ എന്ത് ബിഹേവിയറൽ ചേഞ്ച്, എന്ത് ടീച്ചിങ് കൊടുക്കുമ്പോൾ എന്ത് ലേണിംഗ് ആണ് ആ ഇൻഡിവിജ്വലിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, അതാണ് ആ ബിഹേവിയറിസം കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കണ്ടീഷനിങ് ആൻഡ് ലേണിംഗ് ഈസ് അനദർ ബേസിക് തിങ് വെൻ ഇറ്റ് കംസ് ടു ബിഹേവിയറിസം. സോ ഇറ്റ് എംഫസൈസസ് കണ്ടീഷനിങ് പ്രോസസ് സച്ച് ആസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. സോ ബേസിക്കലി നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയെ പറ്റിയും ഒപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയെ പറ്റിയും ഒക്കെ ബേസിക് അവയർനെസ് ഉണ്ടാകാം. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ അസോസിയേറ്റിംഗ് സ്റ്റിമുലി വിത്ത് റെസ്പോൺസ്, സ്റ്റിമുലീസ് കൊടുക്കുമ്പോൾ എന്ത് റെസ്പോൺസ് ആണ് വരുന്നത്, ഇതിനെ പറ്റിയാണ്. ദർ ഇസ് സം എക്സാമ്പിൾസ്, നമ്മളത് ടീച്ചിങ്ങിൻ്റെ ക്ലാസ്സുകളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ ഒപ്പറൻറ്റ് കണ്ടീഷനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ റിവാർഡ് കൊടുക്കുന്നത് വഴി എന്ത് റിവാർഡോ പണിഷ്മെൻറ്റോ കൊടുക്കുമ്പോൾ ഏത് രീതിയിൽ മാറ്റം സംഭവിക്കുന്നു, ഇത്തരത്തിൽ ഒരു സ്റ്റിമുലി എങ്ങനെ ആ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാക്കുന്നു എന്നതിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ബിഹേവിയറിസം പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് കൺസ്ട്രക്റ്റിവിസം, ആക്റ്റീവ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. കൺസ്ട്രക്റ്റിവിസം പ്രപ്പോസസ് ദി ലേണർ ആക്റ്റീവ്ലി കൺസ്ട്രക്ട് ദെയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി വേൾഡ് ത്രൂ എക്സ്പീരിയൻസ്, ഇൻട്രാക്ഷൻസ് ആൻഡ് റിഫ്ലക്ഷൻ. സോ ലേണർ എന്ന് പറയുന്നത് ആക്ച്വലി ദേ ആർ കൺസ്ട്രക്റ്റിംഗ് ദെയർ നോളജ്, വീണ്ടും 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 ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ എക്സ്പീരിയൻസ് വഴിയും പുതിയ പുതിയ നോളജ് വഴിയും പുതിയ റിഫ്ലക്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി അവർ യഥാർത്ഥത്തിൽ അവരുടെ എക്സസീവ് സ്റ്റോക്ക് ഓഫ് നോളജിലേക്ക് പുതിയ പുതിയ ലെവലിലുള്ള നോളജുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കൺസ്ട്രക്റ്റിവിസം കൺസെപ്റ്റ് പറയുന്നത്. സോ ദെയർ വിൽ ബി പ്രയർ നോളജ്, അതായത് ഇറ്റ് അക്നോളജ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലേണേഴ്സ് പ്രയർ നോളജ് ആൻഡ് ബിലീഫ് വിച്ച് ഇൻഫ്ലുവൻസ് ഹൗ ന്യൂ ഇൻഫർമേഷൻ ഈസ് ഇൻ്റർപ്രറ്റഡ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ദെയർ എക്സിസ്റ്റിംഗ് മെൻ്റൽ ഫ്രെയിംവർക്ക്. നിലവിലുള്ള അവരുടെ മെൻറ്റാലിറ്റിയിലേക്ക് എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ വരുന്നത്, ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന മേജർ എലമെൻ്റാണ് പ്രയർ നോളജ് ഓഫ് ദി ലേണർ. നിലവിൽ എത്രമാത്രം നോളജ് ആ ഇൻഡിവിജ്വലിനുണ്ടോ അതിനനുസരിച്ചുകൊണ്ടായിരിക്കും പുതിയ ലേണിംഗ് അദ്ദേഹത്തിലേക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിരുന്ന ഏരിയ എന്താണെന്ന് നിങ്ങൾ നോക്കി. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻസ്, വീഡിയോസ്, ഇൻറ്ററാക്റ്റീവ് ആക്ടിവിറ്റീസ്, ഇതെല്ലാം വഴി സ്റ്റുഡൻറ്റ് ലേണിംഗ് എൻഹാൻസ് ചെയ്യുന്നു. അതായത് അവരുടെ ലേണിംഗ് കൂടുതൽ കൺസ്ട്രക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആ ഒരു ലെവൽ വരുന്നത്. അവർക്ക് കൂടുതൽ അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കാനൊക്കെ കൺസ്ട്രക്റ്റിവിസം വഴി സാധിക്കും. ദെൻ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, ടീച്ചർ ലെഡ് അപ്രോച്ച്. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് എ ടീച്ചർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് വേർ ദി ടീച്ചർ പ്രൊവൈഡ്സ് എക്സ്പ്ലിസിറ്റ് ഇൻസ്ട്രക്ഷൻ, എക്സ്പ്ലനേഷൻസ്, ഡെമോൺസ്ട്രേഷൻ ടു ദി ലേണർ. സോ ബേസിക്കലി ഇവിടെ വരുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ഡെമോൺസ്ട്രേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇതെല്ലാം ഈ പറയുന്ന ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമാണ്. ദെൻ സ്ട്രെച്ചേർഡ് ആൻഡ് ഗൈഡഡ് ലേണിംഗ്. സോ ദിസ് അപ്രോച്ച് ഇൻവോൾവ്സ് ക്ലിയർലി ഡിഫൈൻഡ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടീച്ചിങ് ആൻഡ് ഗൈഡഡ് പ്രാക്ടീസ് ദി ഹെൽപ്പ് ദി ലേണർ ടു മാസ്റ്റർ സ്പെസിഫിക് സ്കിൽസ് ആൻഡ് കൺസെപ്റ്റ്. സോ ബേസിക്കലി ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണോ കാര്യങ്ങൾ ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഡയറക്റ്റ് ടീച്ചിങ്ങിൽ വരുന്നത്. ഇറ്റ് ഈസ് സിമിലർ ടു ലെക്ചറിങ്. ലെക്ചറിങ്ങിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ സംഭവിക്കുമ്പോൾ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് ആ ഒരു പ്രോപ്പർ വേ, ഇപ്പോൾ ലൈക്ക് സീക്വൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക, അത് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇവിടെയൊക്കെ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ 1, 2, 3 ആ ഒരു പ്രോസസ്സുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഐ ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ. സോ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുകൂടാതെ ഇന്ന് ഈ ഒരു സെഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ്. ഐ ഹോപ്പ് ദിസ് സെഷൻ ഈസ് ബെനിഫിഷ്യൽ ഫോർ യു.
സോ ഇൻ അഡീഷൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ ലെക്ചേഴ്സ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനും മറ്റ് ഇൻഫർമേഷൻ അറിയാനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റും ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരി വൺ.